ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പലാസോ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ 42 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കണക്കാക്കിയിട്ടുള്ളത്. അപ്പം 42 ഇഞ്ചിൽ നമ്മൾ ലെങ്ത്ത് കണക്കാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ അരഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ ബാൻഡിനാണ് ആ 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നമ്മുടെ അരവണ്ണം കണക്കാക്കുന്നത് ഒരു 12 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. നമ്മൾ അരവണ്ണം കണക്കാക്കുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ഈ 12 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു. അതിന് താഴത്തോട്ട് നമ്മളൊരു 14 ഇഞ്ച് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 14 ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ ക്രോച്ച് ഏരിയയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതും ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ വീതി ഒരു 14 ഇഞ്ച് തന്നെ കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മൾ വരച്ച അവിടെ നിന്ന് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കൊടുത്തിട്ട് ഒരു ക്രോച്ച് ഏരിയ പോലെ നമുക്ക് ഒന്ന് കർവ് വരച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ മെയിനായിട്ടുള്ള മെഷർമെൻറ്റ് അല്ലെങ്കിൽ വരയ്ക്കാനുള്ളതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ താഴത്ത് നമുക്ക് ഈ പലാസോ ആണെങ്കിൽ എത്ര കണ്ട് വീതി വേണം എന്നുള്ളതാണ്. അത് അധികം ലൂസ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക. ഞാൻ ഏകദേശം ഒരു 14 ഇഞ്ചാണ് നമ്മൾ വീതിയും കണക്കാക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ക്രോച്ച് ഏരിയയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ പലാസോ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന പാറ്റേണുകളാണ് ഈ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്ട്രെയിറ്റ് പാൻറ് ആയിക്കോട്ടെ പലാസൊക്കെ ആയിക്കോട്ടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ ഒന്നും ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് വരച്ചെടുക്കുക. അതേപോലെ തന്നെ കട്ടും ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് നല്ല വശം അകത്തേക്ക് വരും, പുറത്തേക്ക് ചീത്തവശം വരും. എന്നിട്ട് ആ ക്രോച്ച് ഭാഗമല്ലേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ആ ഒരു ക്രോച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് ഒരു ഭാഗത്തുള്ള ക്രോച്ച് ഭാഗം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇതേപോലെ നിവർത്തി എടുത്തിട്ട് നമ്മൾ ബാൻഡിനുള്ള 2 ഇഞ്ച് വീതി നമ്മൾ കണക്കാക്കില്ലേ അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് ഉള്ളത് ഇതേപോലെ പിന്ന് കുത്തിയിട്ട് നമ്മൾ അകത്തേക്ക് ഇടാണ് ചെയ്യുന്നത്. അകത്തേക്ക് ഇട്ടിട്ട് രണ്ടും തമ്മിൽ പിന്നെ നമ്മൾ മറ്റേ ക്രോച്ച് ഭാഗമല്ലേ അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക്കും തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ രീതിയിലൊക്കെ ഇലാസ്റ്റിക് ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ പിന്നെ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ മറ്റേ ആ ക്രോച്ച് ഭാഗം കൂടി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് ഈ സെൻറ്ററിലേക്കൊന്ന് നിവർത്തുന്ന സമയത്ത് 2 പാൻറ് പോലെ നമുക്ക് കിട്ടും. ഇതേപോലെ നമ്മളൊന്ന് സെൻറ്റർ നിവർത്തുന്ന സമയത്ത് തന്നെ ഇതേപോലെ 2 കാലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം താഴത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് അടിക്കുക. അതിനുശേഷം ബാക്കിയുള്ള തുറന്ന് കിടക്കുന്ന ഭാഗമല്ലേ അതൊന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ മെഷീൻ ഉണ്ടായിട്ട് പോലും നമ്മളൊരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാൻറ് നമ്മുടെ കയ്യിൽ പഴയ മാക്സി അല്ലെങ്കിൽ പർദ്ദ അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ഒരു 42 ഇഞ്ച് ലെങ്ത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് 38 എത്രയാണോ ലെങ്ത്ത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ കട്ടാക്കി ഒഴിവാക്കിയിട്ട് ഒരു പാൻറ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇലാസ്റ്റിക് ഒന്നും ഇല്ലേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറിട്ടാലും മതി. ആ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതാ നമ്മൾ താഴത്തുള്ള ബാക്കിയുള്ള പോർഷനും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫുള്ള് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പലാസോ പാൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് ആണെങ്കിലും ഇതേ രീതിക്ക് തന്നെ ഇത്ര വീതി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊരു ലൈക്കോ എന്തെങ്കിലും ഒരു കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.